Good afternoon, all. Good afternoon, Miss. Good afternoon. Okay, exam again എന്തായിരുന്നു? എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റേഴ്സ് എടുക്കണം അല്ലെ? തേർഡ് ഫോർത്ത് പേപ്പറിലേക്ക് കിടക്കാണ്. ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ആണ് നമ്മൾ ആദ്യം ആയിട്ട് എടുക്കുന്ന ചാപ്റ്റർ. മിസ് ടെക്സ്റ്റില് ചാപ്റ്റർ 2 ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അത് 12 അല്ലേ? അത് കുറച്ച് ഇതുകളുണ്ട്, കാരണം തേർഡ് ഇതിലേക്ക് വന്നപ്പോഴും അങ്ങനെ മാറ്റിയതാണ് അല്ലെ. കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഇച്ചിരി കൂടുതലാണ് അല്ലെ. തേർഡും ഫോർത്തും മൊഡ്യൂൾ നിങ്ങൾ എടുത്ത് നോക്കി കാണാം. ഒരുപാട് ചാപ്റ്റേഴ്സുകളുണ്ട്, ലെങ്ത് കൂടിയ ചാപ്റ്റേഴ്സും ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരുടെയും ഇത് തന്നെയല്ലേ? ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ തന്നെയല്ലേ കിടക്കുന്നത്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളത് ഒരുപാട് ലേറ്റ് ആകുന്നില്ല. തേർഡും ഫോർത്തും മൊഡ്യൂളും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ അങ്ങനെ പോവാം. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലില് എന്താണ് നമ്മള് ചികിത്സ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രോഗികളുമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ട് അല്ലെ രോഗനിർണയമൊക്കെ നടത്തി ചികിത്സ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണ് ചിലപ്പോൾ അസൗകര്യങ്ങളുടെ കാര്യങ്ങൾ അല്ലെ, ഇൻ കേസ് ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റേഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതല്ലെങ്കിൽ അല്ലെ ആ രോഗി ചിലപ്പോണെങ്കിൽ മരുന്നിനോടൊന്നും പ്രതികരിക്കാത്ത എന്താ പറയാ മറ്റൊരു സ്റ്റേജിൽ അല്ലെ, വാർദ്ധക്യ സഹജമായ അസുഖമൊക്കെ ആണെങ്കിൽ കേസ് വീട്ടിൽ പോയി പരിചരിച്ചാലും മതി എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീടുകളിലേക്ക് കടന്നുവിടും. അങ്ങനെ പലതരത്തിലും പേഷ്യന്റിനെ അല്ലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കാണ്. തീർച്ചയായിട്ടും മെയിൻ ആയിട്ട് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും അല്ലെ എന്തായാലും ആ ഹോസ്പിറ്റലിൽ ഇച്ചിരി കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ രോഗിക്ക് ഇച്ചിരി കൂടി കെയർ കിട്ടണമെന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യുന്നത്. കേസ് ചിലപ്പോ ഒക്കെ രോഗനിർണയമൊക്കെ നടത്തുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യും. കാരണം അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റെഫർ ചെയ്ത് ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ നോക്കാം. The intra and inter-hospital patient transfer is an important aspect of a patient care, which is often handled to enhance the existing management of the patient. Okay, നമുക്കറിയാം നിലവിലുള്ള മാനേജ്മെന്റ് അല്ലെ, അവിടെ നിലവിലുള്ള മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന നല്ലൊരു സജ്ജീകരണം അല്ലെ, അവിടെ ആ പേഷ്യന്റിനെ തീർച്ചയായിട്ടും എന്താണ് ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ഓരോ ഹോസ്പിറ്റലില് അല്ലെ, നമ്മളിപ്പോ സാധാരണ രീതിയിൽ വാർഡിലൊക്കെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചിലപ്പോഴെങ്കിൽ ICUലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ വലിയൊരു ഹോസ്പിറ്റലാണ് എങ്കിൽ തന്നെ അതിന്റെ വിവിധ ബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. നമുക്കറിയാം, ഒരു ഫിസിയോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രോഗനിർണയമൊക്കെ നടത്തിച്ച് കഴിയുമ്പോൾ സ്പെഷ്യൽ അല്ലെ, അവർക്ക് ഒരു ന്യൂറോ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ എന്താണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ആണ് അല്ലെ, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവില്ലേ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. The intra and inter-hospital patient transfer is an important aspect of a patient care, which is often handled to enhance the existing management of the patient. അവിടെ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല സേവനം തന്നെയാണ് ആ പേഷ്യന്റിന് കൊടുക്കുന്നത്. അത് പ്രധാനമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ, അവിടെ ട്രാൻസ്ഫറിങ് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, തേർഡ് മൊഡ്യൂൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ. Okay, it may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well-developed care. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, അതിലെ പ്രധാനമായിട്ടും വരുന്നത് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് അല്ലെ, നമുക്ക് ഒരു രോഗനിർണയം നടത്തി കഴിയുമ്പോൾ എന്താണ് പേഷ്യന്റിന്റെ സെയിം ഫെസിലിറ്റി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല ഒരു സൗകര്യമുള്ള ഇതിലേക്ക് അല്ലെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി വിത്ത് മോർ വെൽ ഡെവലപ്ഡ് കെയർ അല്ലെ, ഏറ്റവും കൂടി നല്ല കെയർ
അവർക്ക് ഡയഗ്നോസ്റ്റിക് നടത്തി കഴിഞ്ഞപ്പോൾ രോഗനിർണയം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ന്യൂറോളജി അല്ലെ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഫ്രോളജി അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ട്രീറ്റ്മെന്റ് ആണ് എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ ഡോക്ടർ അതിൽ ഇച്ചിരി കൂടി നല്ലൊരു ഡെവലപ്മെന്റ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ചാപ്റ്ററിന്റെ ആ ഒരു ലെസന്റെ നമ്പർ നോക്കണ്ട, ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. ലേറ്റ് ആയിട്ട് കയറിയതുകൊണ്ടായിരിക്കും. ചാപ്റ്റർ 2 ആയിട്ടാണ് അല്ലെ, തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 2 എടുത്ത് നോക്കാം. കിട്ടിയോ? നമുക്ക് നോക്കാം എന്താ പറയുന്നത് അല്ലെ. ഓക്കെ ഓക്കെ നോക്കാം. ഇനി എന്താ പറയുന്നത്, as the transfer of a sick patient may produce various psychological change which may negatively affect the prognosis of the patient. It should be initiate safe transfer consist of a decision to transfer and communication, pre-transfer stabilization. Okay, അത് നീണ്ട ഒരു സെന്റൻസ് ആണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതായത് as the transfer of a sick patient may procedure various psychological changes. നമുക്കറിയാം ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ, അവര് ചിലപ്പോ ആണെങ്കിൽ വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് ആവാം, അതല്ലെങ്കിൽ അല്ലെ മറ്റൊരു ബ്രാഞ്ചിലേക്കാണെങ്കിലും എന്താണ്, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും നമുക്കറിയാം അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അവരെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് ചെറുതായിട്ടെങ്കിലും അവരുടെ ശരീരത്തിൽ അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവോ? എന്തെങ്കിലും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത? ഓക്കെ, ഫിസിക്കലി നമുക്കറിയാം അവരെ കൊണ്ടുപോകുമ്പോൾ അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ആംബുലൻസിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവരുടെ അല്ലെ ആ മൂവ്മെന്റിൽ തന്നെ അവർക്ക് ചലനങ്ങളിൽ തന്നെ എന്താണ് അവരുടെ ശരീരങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും അല്ലെ അവിടെ അവരുടെ ഒലയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള അസുഖങ്ങളുടെ അല്ലെ അസുഖങ്ങൾക്ക് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. As the transfer of a sick patient may produce various physiological changes which may negatively affect അല്ലെ, അത് ചിലപ്പോൾ വേണമെങ്കിൽ ആ രോഗിയെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അത് മുൻകൂട്ടി പ്രവചിക്കേണ്ടതായിട്ട് വരും. എഫക്ട് ദ പ്രൊഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. അത് നേരത്തെ കൂട്ടി നിശ്ചയിച്ചിട്ട് അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ട് വേണം ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ ഇൻ കേസ് ആ രോഗിക്ക് രോഗാവസ്ഥ കൂടുതൽ വഷളാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, then it should be initiated safe transfer consist of a decision to transfer and communication, pre-transfer stabilization and preparation, choosing the appropriate mode of a transfer, that is a land transfer or a air transport, personal going along with the patient. Okay, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അത് മാത്രമല്ല നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് പ്രിപ്പറേഷൻസ് അവിടെ അറേഞ്ച് ചെയ്യണം. ദെൻ ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് ഈ രോഗിയെ കൊണ്ടുപോകേണ്ടത് അല്ലെ. ലാൻഡ് ട്രാൻസ്ഫർ വേണോ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് വഴി നമുക്കറിയാം അല്ലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവയവങ്ങളൊക്കെ മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം എത്രയും പെട്ടെന്ന് രോഗിയെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് മറ്റൊരു പ്ലേസിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവും. അത് ഏത് മാർഗം ഉപയോഗിച്ചാണ് രോഗിയെ കൊണ്ടുപോകുന്നത്. Then choosing appropriate mode of a transfer, that is a land transfer or air transport. Then person going along with the patient. Then പേഷ്യന്റിനോടൊപ്പം ആരൊക്കെ പോകണം അല്ലെ. നമുക്കറിയാം ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് അല്ലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ. അവിടെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സുമാരോ ഒന്നും അക്കമ്പനി ചെയ്യാതെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും പോകുന്നത്. അതല്ല എങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജസ് അല്ലെങ്കിൽ ഇതിനു കൂടി കെയർ കൊടുക്കേണ്ട പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടായിരിക്കും പോകുന്നത്. എന്താണ് അതേമാതിരി തന്നെ എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിങ് അല്ലെ. ചിലപ്പോഴൊക്കെ രോഗിയോടൊപ്പം തന്നെ രോഗിയുടെ ആ പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകാവുന്ന വ്യതിചലനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. Then finally documentation and hand over the patient at the receiving facility.
മാത്രമല്ല നമുക്കറിയാം ഈ രോഗിയെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അല്ലെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ആ രോഗിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം അല്ലെ അത് ശേഖരിച്ച് റിസീവിംഗ് അതോറിറ്റിക്ക് അല്ലെ അവിടെയുള്ള റിസീവിംഗ് ആയിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമല്ല അല്ലെ, അതിനെ ഡിപെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. The main aim in all such shifting is to maintain the continuity of a medical care. അല്ലെ, അവിടെ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മെഡിക്കൽ അല്ലെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെ, നല്ല രീതിയിൽ തന്നെ കെയർ കൊടുക്കുക, അത് ഇച്ചിരി കൂടി നല്ല രീതിയിൽ കെയർ കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പേഷ്യന്റിനെ മറ്റൊരു ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റുകൾ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലായി. ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം അതിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതിനുള്ള അല്ലെ മാർഗം ഏതാണെന്ന്, അതേമാതിരി തന്നെ ആരൊക്കെ കൂടെ പോകണം, എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ കൂടി അക്കമ്പനി ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡെഫിനിഷനിലേക്ക് നോക്കാം. Transfer is defined as preparing patient, completing request records and shifting patient to another department within the hospital or to another hospital or home. Okay, മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് അതിന് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് കംപ്ലീറ്റിംഗ് എല്ലാ റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് പേഷ്യന്റിനെ റെഡിയാക്കിയതിനു ശേഷമാണ് ട്രാൻസ്ഫർ നടത്തപ്പെടുന്നത്, അതായത് കൈമാറ്റം എന്ന കാര്യം നടത്തപ്പെടുന്നത്. അപ്പൊ കൈമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പ്രിപ്പയറിംഗ് പേഷ്യന്റ് അല്ലെ. കൈമാറ്റം എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അവിടെ പേഷ്യന്റിനെ റെഡിയാക്കേണ്ടതുണ്ട്, എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ്, അത് ഏത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഇൻ കേസ് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ഇൻ കേസ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണം അല്ലെ. നമുക്കറിയാം കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ അല്ലെ എഴുതി ഒപ്പിട്ട് കൺസെന്റ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് അവരെ വീട്ടിലേക്കാണെങ്കിൽ കൂടി പറഞ്ഞേക്കുള്ളൂ അല്ലെ, ആണോ? ഇപ്പോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ അവര് വെറുതെ അല്ലെ, അവര് വെറുതെ ഒന്നും പറഞ്ഞേക്കില്ല. നമ്മള് ഇങ്ങനെ ഉള്ള പേഷ്യന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനനുസരിച്ചിട്ടുള്ള സമ്മതപത്രമൊക്കെ എഴുതി ഒപ്പിടിച്ചിട്ട് കൊണ്ടുപോകും. കേസ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് പേഷ്യന്റിനെ റെഡിയാക്കിയതിനു ശേഷമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യം നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ കൈമാറ്റം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing request records and shifting patient to another department within the hospital or to another hospital or home. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും വീടുകളിലേക്ക് ആണെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ റെഡിയാക്കേണ്ടതുണ്ട്, റെക്കോർഡ്സുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറയുന്നത് കൈമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കണം അല്ലെ, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പർപ്പസ്. ഇപ്പൊ എന്തൊക്കെ ഉദ്ദേശത്തിന് വേണ്ടി കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാവുന്നത്? എന്തുകൊണ്ടൊക്കെ ആയിരിക്കും രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ മാറ്റേഴ്സ് ഒക്കെ അതിൽ പെടുന്നുണ്ട്. എന്തൊക്കെ കാര്യം കൊണ്ടായിരിക്കാം മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഇത്തിരി കൂടി നല്ല ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടി അല്ലെ, നല്ല സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും
ഇനിയിപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലെ, ഇവിടുത്തെ ഫെസിലിറ്റി കൊണ്ട് രോഗിയുടെ രോഗനിർണയം ഡയഗ്നോസ്റ്റിക് നടത്താനായിട്ട് രോഗനിർണയം നടത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ മറ്റൊരു പ്ലേസിൽ അല്ലെ അത് രോഗനിർണയം നടത്താനായിട്ട് അല്ലെങ്കിൽ അത്തരം നടപടികൾ നടത്താനായിട്ട് പറഞ്ഞിരിക്കും. ട്രീറ്റ്മെന്റ് ഓക്കെ വേറെ നോക്കാനായിട്ട് അല്ലെ, ചിലപ്പോ ട്രീറ്റ്മെന്റ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നോക്കാനായിട്ട് ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പേഷ്യന്റിനെ പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കാം, ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. അവിടെ പ്രധാനമായിട്ട് പറയുന്നത് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. അവിടെ പ്രധാനമായിട്ട് എന്താ പറയുന്നത്, കൂടുതൽ രോഗനിർണയം നടത്താൻ അല്ലെ, നല്ല രോഗനിർണയം നടത്താൻ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു നഴ്സിംഗ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് രോഗിയെ കൈമാറ്റം ചെയ്യാം. Then to provide specialized care അല്ലെ, ഒരു സ്പെഷ്യലി ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്യാൻസർ സെന്ററിലേക്ക് അല്ലെ, അപ്പൊ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ അവിടെ അതിന്റെ മാത്രം ഒരു ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അല്ലെ. ഏത് രോഗമാണോ ആ രോഗവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അല്ലെ എല്ലാവരും തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടും ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് രോഗികളെ ട്രാൻസ്ഫർ ചെയ്യാം. Then to place the most suitable utilization or available personnel and services. Okay, to place the most suitable utilization or available personnel and services. അവിടെ എന്താ പറയുന്നത്, കൂടുതലായിട്ട് അല്ലെ നല്ല മോസ്റ്റ് ആയിട്ട് ഉള്ള ഉപയോഗപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ സർവീസ് അല്ലെ, നല്ലൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഇച്ചിരി കൂടി വലിയോശ്യം എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മളെ രോഗികളെ അല്ലെ ഉള്ള ചിലപ്പോൾ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ അവിടെയുള്ള എന്താണ് പേഷ്യന്റിന്റെ കസിൻസിനൊന്നും ചിലപ്പോൾ അത് തൃപ്തികരമായിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും അല്ലെ പേഷ്യന്റിനെ ഞങ്ങൾക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉള്ള ആവശ്യത്തോടു കൂടിയിട്ടും അവിടെ നിന്ന് പേഷ്യന്റിനെ അല്ലെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. ടു പ്ലേസ് ദ മോസ്റ്റ് സൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ്. നല്ല കൂടുതൽ ഉപയോഗപ്രദം അല്ലെ കൂടുതൽ സർവീസ് ആ രോഗിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ടു മാച്ച് severity of nursing care based on a patient's level of needs and problems. Okay, നമുക്കറിയാം അല്ലെ അവിടെ എന്താണ് ലെവൽസ് ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അല്ലെ അതിന് മാച്ച് ആയിട്ടുള്ള കുറച്ചും കൂടി സേവനം നമ്മൾ അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി കൂടി മാച്ചബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ് അല്ലെ, സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം നിയർ ടു ബി അല്ലെ ഹൗസിനോട് അടുത്ത് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ചിലപ്പോൾ ഉണ്ടെങ്കിൽ രോഗം നിർണയിച്ചതൊക്കെ വേറെ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും. അപ്പൊ കൂടുതൽ ടൈം നമുക്ക് പരിചരണം ആവശ്യമുണ്ട് എങ്കിൽ പോക്ക് വരവ് അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഹോസ്പിറ്റലൊക്കെ മാറി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ടു മാച്ച് സെവറിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് അല്ലെ, പേഷ്യന്റിന്റെ ലെവൽ ഓഫ് നീഡ്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് നമ്മള് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ചിലപ്പോഴെങ്കിലും റയറായിട്ടും പർപ്പസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ പേഷ്യന്റിനെ എങ്ങനെയൊക്കെ എന്തുകൊണ്ടൊക്കെ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? Then നമുക്ക് നെക്സ്റ്റ് നോക്കാം, ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിൽ എന്താ പറയുന്നത്, ഇന്റേണൽ ട്രാൻസ്ഫർ ടു then എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ഉണ്ട്. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്, ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണെന്നൊക്കെ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണ് എങ്കിൽ അത് ഇന്റേണൽ ആണ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്ത് അല്ലെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. Internal transfer to transfer the patient in a unit that provides special care or care suited to his requirements. Example from general ward to ICU. അതായത് നമുക്കറിയാം അവിടെ അല്ലെ ഒരു അവരുടെ ആവശ്യം ആ കെയർ ഇൻ കേസ് അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു വാർഡിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെ അവരുടെ ആവശ്യകത ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് മറ്റൊരു യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
അതല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ സ്പെഷ്യൽ കെയർ, അവർക്ക് സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത. ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നോർമലി അവർക്ക് പറ്റുന്നില്ല അല്ലെ, വാർഡിലേക്കൊക്കെ എടുത്തിട്ട് അവർക്ക് എന്താണ് സ്വാഭാവികമായിട്ട് അവരുടെ രോഗങ്ങൾ ഇച്ചിരി കൂടെ വഷളാവുന്ന കണ്ടീഷൻ ആവുമ്പോൾ, അവർക്ക് ഇച്ചിരി കൂടി ക്രിട്ടിക്കലായ കണ്ടീഷനൊക്കെ ആവുമ്പോഴാണ് എന്താണ് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ തന്നെയാണ്. അതേമാതിരി തന്നെ അവരുടെ ആവശ്യകത അനുസരിച്ച് പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ടും മറ്റൊരു പ്ലേസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത് എന്താണ്, ഇത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ആണ് എങ്കിൽ അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം one hospital to another hospital for the purpose of a special care. എന്തറിയാം, ഒരു സ്പെഷ്യൽ കെയർ അല്ലെ, ആ രോഗിക്ക് ഇച്ചിരിയും കൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കെയർ കിട്ടാൻ വേണ്ടിട്ട് അല്ലെ, ഒരു ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ക്യാൻസർ സെന്റർ. ഓക്കെ, നമുക്കറിയാം ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റിന് രോഗികളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ അല്ലെ, അവിടെ രോഗം തന്നെ നടത്തുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ഡിസീസസ് ആണ് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോഴെങ്കിൽ ന്യൂറോയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ നെഫ്രോ അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ക്യാൻസറുമായി ബന്ധപ്പെടും. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് താല്പര്യം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ അവിടെ അതിനുള്ള സൗകര്യക്കുറവ് ഉണ്ടായെങ്കിൽ അവരെ ഇന്ന പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും പറയും. അപ്പൊ അതനുസരിച്ചിട്ട് രോഗിയുടെ കസിൻസ് ഒക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. Okay, but to transfer the patient from one hospital to another hospital for a purpose of a special care. ഒരു സ്പെഷ്യൽ കെയർ കിട്ടാനായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്. അതിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എന്താണ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻ കേസ് ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ ക്യാൻസർ സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു ഇന്റേണൽ ട്രാൻസ്ഫർ ആണോ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണോ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ഫർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ് അല്ലെ. ഇൻ കേസ് ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ, അത് പുറത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ അതൊരു എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏതാന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രാൻസ്ഫർ വിതിൻ ദ ഫെസിലിറ്റി. എന്താ പറയുന്നത്? ട്രാൻസ്ഫർ വിതിൻ ദ ഫെസിലിറ്റി. പർപ്പസിന്റെ പോയിന്റ് നോട്ട് ചെയ്യാനാണോ? പർപ്പസ് ഏതെങ്കിലും രീതിയിൽ പർപ്പസ് എന്താണെന്നോ അല്ലെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ, എന്ത് രീതിയിലാണ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ടൈപ്പ് ഞാൻ പറഞ്ഞുള്ള ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഇന്റേണൽ ട്രാൻസ്ഫർ എക്സ്റ്റേണൽ ട്രാൻസ്ഫറും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണോ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണെങ്കിൽ അത് ഇന്റേണൽ ആണ്. അത് ഇൻ കേസ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവാം, അതല്ലെങ്കിൽ ICUയിലേക്ക് അല്ലെ ഒരു വാർഡിൽ നിന്ന് ICUയിലേക്ക് ആവാം. അങ്ങനെ ഏത് രീതിയിലാണ് എങ്കിലൊക്കെ അത് ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. ഓക്കെ, പുറത്തേക്കാണെങ്കിൽ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. Then transfer within the facility. Okay, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ്. വിതിൻ ദ ഫെസിലിറ്റിയിൽ ട്രാൻസ്ഫർ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നോക്കാം. Check the doctor's order to transfer of a patient. A written declaration is required from the doctor. Okay, in case നമുക്കറിയാം ഡോക്ടർ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ ഒരു ICUയിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലേക്കൊക്കെ. മറ്റൊരു നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എന്താണ് ഫിസിയോളജിസ്റ്റ് അല്ലെ, ആ ഡോക്ടറുടെ പേരിൽ വരുമ്പോൾ ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന ഡോക്ടറിന് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പോകണം അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ സേവനം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ അല്ലെ. അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെ
അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള ഒരു ഡിക്ലറേഷൻ എഴുതി മേടിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത് എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് മേടിക്കേണ്ടതായിട്ട് വരുന്നത്. എന്താ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് നോക്കുക. എന്താണ്? ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ഓക്കെ, നമുക്കറിയാം പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ്, അവർക്കൊരു പേടി, ഉത്കണ്ഠയൊക്കെ ഉണ്ടാവോ? അയ്യോ, നമ്മളിപ്പോ നമുക്കറിയാം ഒരു രോഗനിർണയം നടത്തിയിട്ട് നമുക്കറിയാം ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നൊക്കെ വെച്ചോ. അപ്പൊ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെ. ഒരു അസ്വസ്ഥത എന്തായാലും തീർച്ചയായിട്ടും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, തീർച്ചയായിട്ടും എന്താണ് ഇനി എന്താണ് പറയുന്നത്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ഉത്കണ്ഠകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം വളരെ ശാന്തമായ രീതിയിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇൻ കേസ് പറഞ്ഞൊക്കെ അവരെ മനസ്സിലാക്കിയൊക്കെ കൊടുക്കണം. എന്താണ് ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, അതേമാതിരി തന്നെ അവിടെ വാർഡ് സിസ്റ്ററിനോട് അല്ലെ ഇന്ന രോഗി പോവുകയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. പേഷ്യന്റ് പോവുകയാണെന്നുള്ള കാര്യം ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. Then check the chart for the complete recording of important sign nursing care and treatment given. Okay, എന്താണ് പറയുന്നത്, കംപ്ലീറ്റ് റെക്കോർഡുകൾ അല്ലെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ റെക്കോർഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈനുകളെല്ലാം അല്ലെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരെയൊക്കെ സൈനൊക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് അവർ തീർച്ചയായിട്ടും നമുക്കറിയാം ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ അതിൻ്റെതായിട്ടുള്ള അല്ലെ ഇൻചാർജുള്ള വ്യക്തികൾ കൃത്യമായിട്ട് തന്നെ അത് നോട്ട് ചെയ്ത് എല്ലാ സൈനുകളൊക്കെ മേടിച്ചതിന് ശേഷമാണ് രോഗിയെ പറഞ്ഞു വിട്ടുള്ളൂ അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്, ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സൈൻസ്. ഓക്കെ, അത് ചെക്ക് ചെയ്യണം, ഉറപ്പ് വരുത്തരം സൈനുകളൊക്കെ ഉണ്ടെന്നുള്ളത്. നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്നൊക്കെ അത് മനസ്സിലാക്കണം. Then gather the patient's X-ray, medicine and other belongings. അതർ ബിലോങ്ങിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ രോഗി അല്ലെ, രോഗി കൊണ്ടുവരുമ്പോൾ രോഗി ഇപ്പൊ നമുക്കറിയാം ഒരു അഡ്മിഷനൊക്കെ ആയിട്ട് വരികയാണ്. അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, സാധന സാമഗ്രികളൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവര് അല്ലെ ഡയഗ്നോസിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്റേ മറ്റും റിപ്പോർട്ട്സുകളൊക്കെ ഉണ്ടാവും, മെഡിസിനുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കളക്ട് ചെയ്യും അല്ലെ, അതെല്ലാം അവർ രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. Then call of the hospital direct or transfer to the new ward the patient is going. Okay, നമുക്കറിയാം ഇൻ കേസ് ഈ പേഷ്യന്റ് ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഡയറ്ററി അല്ലെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭക്ഷണക്രമത്തിലൊക്കെ ശീലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇത് കൃത്യമായിട്ട് തന്നെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ന്യൂ വാർഡിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടതുണ്ട്. Call of the hospital diet or transfer to the new ward the patient is going. Then aid the relatives to gather other belongings. അതായത് ഇൻ കേസ് അല്ലെ അവരോടൊപ്പമുള്ള മറ്റു കുറെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം സഹായിക്കണം അല്ലെ. റിലേറ്റീവ്സിനെ ഹെൽപ്പ് ചെയ്യണം. അവരിങ്ങോട്ട് കൊണ്ടുവന്ന സാമഗ്രികളെല്ലാം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നഴ്സുമാരെ നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോ അല്ലെ, അവരവരുടെ പേപ്പർ വർക്കൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാം എടുത്തില്ലേ എന്നൊക്കെ ഉറപ്പാക്കും അല്ലെ. നിങ്ങളുടെ എല്ലാ സംഭവങ്ങളൊക്കെ നിങ്ങൾ എടുത്തില്ലേ എന്നുള്ളത് ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടുകളൊക്കെ അവർ ചെയ്യേണ്ടതായിട്ട് വരും. Then make arrangement to pay off due bills if going to another hospital. ഇൻ കേസ് അതർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ അറേഞ്ച്മെന്റ് അല്ലെ, ഇപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബില്ലുകളെല്ലാം പേ ചെയ്യേണ്ട പ്ലേസ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ പേ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ പേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ record time, mode of transfer and the general condition of the patient. അതായത് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ സമയം ഏത് സമയമാണ് ഇവിടുന്ന് വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കേസ് ആരോഗ്യയുടെ അപ്പോഴത്തെ കണ്ടീഷൻ അല്ലെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. Then assist in transferring risk patients to wheelchair or structure and going along with the patients to the new area.
അതായത് നമുക്കറിയാം പുതിയ ഏരിയയിലേക്ക് പോകാനായിട്ട് ചില പേഷ്യൻസിന് സമയത്ത് നടന്നൊക്കെ പോകാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ICUയിലേക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആണെങ്കിലും ചില രോഗികൾക്ക് സെൽഫായിട്ട് തന്നെ നടന്നു പോകാനൊക്കെ ആയിട്ട് കുഴപ്പമുണ്ടാവില്ല. അതേസമയം ചിലർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലപ്പോൾ വീൽചെയറിന്റെ സഹായം തേടേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഒക്കെ സഹായം തേടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളാണ് എങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്, കൃത്യമായിട്ട് തന്നെ അവർക്ക് അല്ലെ തീർച്ചയായിട്ടും അവരുടെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, structure and going along with the patient's new area. Then deliver patient's documents, belongings and reports orally to the in-charge nurse or ancestor. Okay, നമ്മൾക്കറിയാം പുതിയ ഒരു ഇൻചാർജ് അല്ലെ പുതിയൊരു ന്യൂ ഏരിയയിലേക്കാണ് എങ്കിൽ അവിടെ പേഷ്യന്റിന്റേതായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ അവരുടേതായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം അതോടൊപ്പം തന്നെ അല്ലെ നഴ്സുമാരോട് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുതിയ റിസീവിംഗ് ഏരിയകളാണെങ്കിൽ ആ ഏരിയയിൽ ഇൻചാർജ് ഉള്ള നഴ്സിനെ കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതുണ്ട്. Then gather new ward articles. പുതിയ വാർഡുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ശേഖരിക്കണം. Then evaluate the method for a transport. Inform the receiving nurse. നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ, വിട്ടുപോയിട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ പറഞ്ഞു പോയ പോയിന്റുകളിൽ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്. Then inform the receiving nurse. ഓക്കെ, പുതിയ നഴ്സുമാരെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം. എന്തറിയിക്കണം? ഏത് രീതിയിലാണ് ഈ വ്യക്തി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം. നമുക്കറിയാം സ്ട്രക്ചർ ഒക്കെ ആണ് എങ്കിൽ അല്ലെ അതനുസരിച്ചിട്ടുള്ള പേഴ്സൺസ് ഇൻ കേസ് എടുത്ത് കടത്തേണ്ടവരുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ വീൽചെയർ അസിസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ തീർച്ചയായിട്ടും അവരോടൊപ്പം തന്നെയായിരിക്കും വീൽചെയർ അസിസ്റ്റ് ചെയ്യുന്ന പേഴ്സണോടൊപ്പം തന്നെയായിരിക്കും പറഞ്ഞു വിടുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ ഇൻഫോം ചെയ്യണം. Maintain the patient's physical welfare during the transport to a new nursing unit. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പോ രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യണം അല്ലെ, സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. Then provide oral report about the patient's condition to the receiving unit nurse. നമ്മളിപ്പോ ഏത് ബ്രാഞ്ചിലാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലാണെങ്കിലും ആ നഴ്സിനോട് കൃത്യമായിട്ട് തന്നെ ഓറലി തന്നെ അല്ലെ അത് ആൾക്കാർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം പേഷ്യന്റിന്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അല്ലെ. ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന ദിവസം അഡ്മിറ്റ് ചെയ്തതാണ്, ഇന്ന രോഗനിർണയങ്ങളൊക്കെയാണ് കണ്ടെത്തിയത്, ഇന്ന പ്രോഗ്രസ് ആണ്, ഇന്ന മെഡിസിൻസ് ആണ് അല്ലെ. അത് ഓറലി തന്നെ ആ ഇൻചാർജ് നഴ്സിനോട് മനസ്സിലാക്കി കൊടുക്കണം. Then make it sure that all documentation including care plan is completed. Okay, നമുക്കറിയാം എല്ലാം തന്നെ ഉറപ്പ് വരുത്തണം അല്ലെ. എല്ലാം തന്നെ എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അവിടെ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിങ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ്. അവിടെ ശുശ്രൂഷാപരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റഡ് ആണ് എന്നുള്ളത് അല്ലെ. അവിടെ ഈ രോഗിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റഡ് ആണ്. അത് റെക്കോർഡിംഗിലി കിട്ടേണ്ടതും ഓറലി കിട്ടേണ്ടതൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. Then assist the patient's arrival to the new unit. ഓക്കെ, നമുക്കറിയാം പുതിയ യൂണിറ്റ് അല്ലെ, പുതിയ യൂണിറ്റിലേക്ക് പേഷ്യന്റ് അത് എങ്ങനെയാണ് വരുന്നത് അല്ലെ, അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കേണ്ടതുണ്ട്. Then transport the patient to a new room and assist in transferring to bed. ഓക്കെ, പുതിയ ഇതിലേക്ക് പേഷ്യന്റിനെ പുതിയ റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Then assist nurse അല്ലെ ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ചിലപ്പോൾ അസിസ്റ്റ് ആവശ്യമായിട്ടുള്ളവരുടെ സഹായം തേടി പുതിയ റൂമിലേക്ക് രോഗിയെ കിടത്തുന്നു. Then exchange the belongings and medical records and reports. നമുക്കറിയാം ഈ കൊണ്ടുപോയ അല്ലെ ഈ രോഗിയോടൊപ്പം അല്ലെങ്കിൽ രോഗിയുടെ അല്ലെ ബൈസ്റ്റാൻഡറിനോടൊപ്പം എല്ലാം കൊണ്ടുപോകുന്ന എല്ലാ സംഭവങ്ങളും അവിടേക്ക് കൈകാര്യം കളക്ട് ചെയ്യുന്നു. Then മെഡിക്കൽ റെക്കോർഡ്സുകളും റിപ്പോർട്ടുകളെല്ലാം തന്നെ അവിടെ എത്തിക്കുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. Then in the new unit procedure is similar to that admission procedure. അതായത് പുതിയ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും
അതും എന്താണ് പുതിയൊരു പേഷ്യന്റിനെ അഡ്മിഷൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ പോലെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. Then clean the unit where patient is admitted and keep ready for the next patient after transferring. Okay, പുതിയ പേഷ്യന്റിനെ പുതിയ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, പുതിയ വാർഡിലേക്കോ പുതിയ ബ്രാഞ്ചിലേക്കോ അഡ്മിറ്റ് ചെയ്യുന്നു. അതുമാതിരി തന്നെ പറഞ്ഞു വിടുന്ന പേഷ്യന്റിനെ അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന്റെ റൂമുകളെല്ലാം പുതിയ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരുക്കി വെക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മള് അല്ലെ ഇൻ കേസ് ഒരു ബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ പോവാറ് അല്ലേ? ഹോസ്പിറ്റലിൽ പോയ ഒരു ഫീലിങ്സ് വന്നാ ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ പേഷ്യന്റിനൊക്കെ റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് റിപ്പോർട്ട്സ് ഒക്കെ അവരൊക്കെ ആണെങ്കിൽ നഴ്സുമാരാണെങ്കിൽ ആ സൈൻ മേടിച്ച് ആ റിപ്പോർട്ടൊക്കെ കംപ്ലീറ്റഡ് ആണെന്ന് നോക്കി നമ്മളോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം നമ്മൾ എന്താണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ കൈകാര്യം ചെയ്യേണ്ട എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഇൻ കേസ് രോഗിയോടൊപ്പമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതില് ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ഏതെങ്കിലൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ് അല്ലെ. എല്ലാവരും രോഗിയോടൊപ്പം എന്തൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ രോഗി യൂണിറ്റ് എന്ന് പറയുന്നത് ICU യൂണിറ്റ് മാത്രമല്ല കേട്ടോ. ക്ലീൻ ദ യൂണിറ്റ് വേർ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് അങ്ങനെ യൂണിറ്റ് അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ വാർഡ് യൂണിറ്റ് ആണെങ്കിലും ഏത് യൂണിറ്റ് ആണെങ്കിലും അല്ലെ, അത് എന്താണ് ഏത് രീതിയിലാണെങ്കിലും അല്ലെ. പേഷ്യന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് വാർഡിൽ കിടക്കുന്നവരെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം, ചിലപ്പോൾ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു പോകുന്നുണ്ടാവാം, ചിലപ്പോൾ അവിടെ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്തു പോകുന്നത്, ICUലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്തു പോകുന്നത്. എവിടെയാണെങ്കിലും അതനുസരിച്ചിട്ട് റെഡിയാക്കി നിർത്തും അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതില് ഡോക്ടറുടെ റിട്ടൺ ഡിക്ലറേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതേപോലെ ഓറലി നഴ്സുമാരോട് ഓറലി അല്ലെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് പാടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ഇത്തിരി സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് ക്ലാസ് വലിയ കുഴപ്പമില്ലാതെ മൂവ് ചെയ്യും. അടുത്ത ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്ക് ഇച്ചിരിയും കൂടി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അല്ലേ, അടുത്ത ഭാഗത്തേക്ക് പോവാം. ചെറിയ ഭാഗം കൂടെ എടുക്കാം. കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ്. അവിടെ ആൻഡ് ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടോ? എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഇങ്ങനെയാണ് ആ ഹെഡിങ് വരുന്നത്. അതും കൂടി ഒന്ന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തോ. എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ്. Equipment and documents necessary. Equipment and documents necessary for the transfer of patient. Transfer of patient-മായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റുകളും അല്ലെങ്കിൽ ഡോക്യുമെന്റുകളുടെ കാര്യമാണ് ഈ നെക്സ്റ്റ് പറയുന്നത്.
ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വീൽ ചെയർ ഓർ സ്ട്രക്ചർ. നമ്മൾ കണ്ടു ഒരു രോഗി അങ്ങനെ സ്വമേധയാ അല്ലെ സെൽഫായിട്ട് തന്നെ അവർക്ക് നടന്ന് മൂവ് ചെയ്ത് തന്നെ പോവാനായിട്ട് സാധിക്കുന്ന രോഗിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത രോഗികളൊക്കെ ആണെങ്കിൽ വീൽ ചെയറിന്റെ സഹായത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സഹായത്തോടെ അത്തരം എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയായിട്ടായിരിക്കും രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വേണ്ടിവരില്ലേ? വേണ്ടിവരുമോ? വേണ്ടിവരും അല്ലെ. അടുത്തതായിട്ട് ഐഡന്റിഫിക്കേഷൻ ലേബൽസ്, അതായത് തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട ലേബലുകൾ. നമുക്കറിയാം ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഒരു ലേബല് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിൽ തന്നെയാണെങ്കിൽ റൂമിന്റെ പുറത്ത് അല്ലെ കൃത്യമായിട്ട് പേരും ഏത് ഡോക്ടറിന്റെ പേഷ്യന്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ലേബൽസ് ഇവരോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊടുത്തേക്കേണ്ടതുണ്ട്. ദെൻ പേഷ്യൻസ് ബിലോങ്ങിങ്സ്, നമുക്കറിയാം രോഗികളുടേതായിട്ടുള്ള സാധനങ്ങൾ അല്ലെ കൈമാറ്റം ചെയ്യുമ്പോൾ അവർ കൊണ്ടുപോകുന്നു. ദെൻ എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ. ഓക്കെ, നമുക്കറിയാം റെക്കോർഡുമായി ബന്ധപ്പെട്ട റെക്കോർഡിങ്ങിൽ അല്ലെ ഇവരുടെ സാധന സാമഗ്രികൾ അല്ലെങ്കിൽ വീൽ ചെയറോട് കൂടി മാത്രമല്ല പേഷ്യന്റ് പോകുന്നത്, അവര് ആ ടൈമിൽ അതുവരേക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും കൂടിയിട്ടാണ് പോകുന്നത് അല്ലെ. അത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ബ്രാഞ്ചിലുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവർക്ക് കൃത്യമായിട്ട് ഈ രോഗിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ഇത് ഈ കാലഘട്ടത്തിൽ നിന്ന് ഇത്തിരികൂടെയും അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ഇതുകളാണ് നമുക്കറിയാം ഇപ്പൊ അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പഴയ ഒരു കാലഘട്ടം വെച്ച് നിങ്ങൾ എക്സാം മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്താണ് പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും, എക്സ്റേകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് ഫയൽ അല്ലെ ഇതെല്ലാം തന്നെ കൊണ്ടായിട്ടായിരിക്കും മറ്റൊരു പ്ലേസിലേക്ക് മറ്റൊരു ബ്രാഞ്ചിലേക്കൊക്കെ പോകുന്നത്. Then cardiac monitoring is if required. കേസ് രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് കാർഡിയാക് മോണിറ്ററിംഗ് അല്ലെ നിരീക്ഷണത്തോട് കൂടിയിട്ടായിരിക്കും രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ രോഗിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അല്ലെ അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള ക്രിട്ടിക്കലി ആവാനായിട്ടുള്ള രോഗം വഷളാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ കാർഡിയാക് മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റോട് കൂടിയിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അത് ചിലപ്പോൾ റയറായിട്ട് കാണാറുണ്ട്. ഓക്കെ, എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ അല്ലെ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒരു വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൂടി കൊണ്ടായിരിക്കും ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. റെക്കോർഡിങ്ങിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു വിതിൻ ദ ഹോസ്പിറ്റലിൽ ഉള്ള ട്രാൻസ്ഫർ ആണ് എങ്കിലും ജസ്റ്റ് കണ്ടു. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ട്രാൻസ്ഫർ അല്ലെ കുറച്ചും കൂടി രോഗികൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കുറവാന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ തന്നെ പറയും നിങ്ങൾ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോയിക്കോ അല്ലെ അതിനുള്ള സൗകര്യം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് ഡോക്ടർ തന്നെ നേരിട്ട് രോഗിയോട് അല്ലെങ്കിൽ രോഗിയുടെ കസിൻസിനോടൊക്കെ റിപ്പോർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ രോഗിയെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ നോക്കുക, മേക്ക് ഷുവർ ദ പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് written the transfer order on his chart and has completed the special transfer form. ഓക്കെ, ഇങ്ങനെ ഒരു രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ടിരുന്ന വിധിന്റെ ഫെസിലിറ്റി ആണെങ്കിലും ഡോക്ടറിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമില് അല്ലെ ആ ഫോം കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അദ്ദേഹത്തിന്റെ റിട്ടേൺ ഡിക്ലെയർ അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള അധികാരിയായെന്നുള്ള രീതിയിൽ ഫിസിഷ്യന്റെ റിട്ടേൺ ആയിട്ടുള്ള ഒരു റെക്കോർഡിക്കലി ആയിട്ടുള്ള അതും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എന്താണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടേൺ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ആക്കുകയും വേണം. ചാർട്ടിൽ റിട്ടേൺ ട്രാൻസ്ഫർ ഓർഡർ അല്ലെ ഫസ്റ്റ് ഫിസിഷ്യന്റെ കൃത്യമായിട്ടുള്ള റിട്ടേൺ ട്രാൻസ്ഫർ ഓർഡർ അതിൽ ഉണ്ടാവുന്നുണ്ട് എന്നത് കൃത്യമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്.
Then this form should consist of the patient's diagnostic care summary, drug regimen, and special care instructions such as a diet and physiotherapy. Okay, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഫോം അത് ഫില്ലപ്പ് ചെയ്യുമ്പോൾ അതില് എല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അല്ലെ. പേഷ്യന്റിന്റെ രോഗനിർണയം എന്താണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ അല്ലെ, എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു, then എന്താണ് സ്പെഷ്യൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഡോക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. then അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം രോഗിയുടെ ഭക്ഷണക്രമങ്ങളിലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ട രോഗികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ നിർദ്ദേശങ്ങളൊക്കെ രോഗിക്ക് കൊടുത്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു ഫോമില് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ഈ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് പറഞ്ഞിരിക്കാൻ. അപ്പൊ ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിട്ടേൺ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓർഡർ അല്ലെ, അത് ഫിസിഷ്യന്റെ റിട്ടേൺ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ളത് ഇത്തരത്തിലുള്ള അല്ലെ, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെയാണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെയാണ്. Then second point നോക്കാം. Complete the nursing summary that includes the patient's assessment, progress, need nursing treatments, and special needs to make sure the continuity of care. Okay, അതില് അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് completing the nursing summary. അതായത് അടുത്ത കൂട്ട് അല്ലെ, നമ്മള് നഴ്സുമാരുടേതായിട്ടുള്ള കുറെ ഡീറ്റെയിൽസും വരും അല്ലെ, അവരാണ് രോഗിയായിട്ട് എപ്പോഴും ഇടപെടുന്നത്, അവരുടേതായിട്ടുള്ള ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളും ചെക്കപ്പും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള നഴ്സിംഗ് സമ്മറി അത് ഇൻക്ലൂഡ്സ് പേഷ്യൻസ് അസസ്മെന്റ്, പേഷ്യന്റിനെ വിലയിരുത്തുന്ന കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണം. പ്രോഗ്രസ്, രോഗിയുടെ അല്ലെ പുരോഗതി അല്ലെ, എത്രത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എത്രത്തോളം പുരോഗതികളാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ് അല്ലെ, നഴ്സിംഗിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടായിരുന്നു, അതിന്റെ സ്പെഷ്യൽ നീഡ്സ് അല്ലെ, ഇൻ കേസ് ഈ രോഗിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് അല്ലെ. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യകതകൾ വേണമെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്യണം. Then to make sure the continuity of a care, ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത്, മെയിൻ ആയിട്ട് സ്പെഷ്യൽ കെയർ ഇവർക്ക് ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റിംഗ് ആയിട്ടുള്ള നഴ്സിംഗ് സമ്മറി അല്ലെ, അതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ്ലി നമ്മൾ കണ്ടു ഡോക്ടറിന്റെ അല്ലെ ഫിസിഷ്യന്റേതായിട്ടുള്ള റിട്ടേൺ ട്രാൻസ്ഫർ ഓർഡറും അതുമനുസരിച്ചിട്ടുള്ള ഫോമൊക്കെയാണ് ആ ഫോമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടതെന്ന് കണ്ടു. നെക്സ്റ്റ് എന്താണ് നഴ്സിംഗ് സമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, അതെന്തായാലും അവിടെ നടത്തിയിരിക്കും അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം തന്നെ അവര് എന്തായാലും ബില്ലുകൾ അടയ്ക്കാതെ വിടില്ല അല്ലെ, ഉറപ്പല്ലേ. സെറ്റിൽമെന്റ് ഹോസ്പിറ്റലിന്റെ ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് എന്താ പറയുന്നത്, റിറ്റെയിൻ 1 copy of the transfer from and nursing summary with the patient's chart and pass on the other copies to the receiving facility. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർ ഫോമിന്റെയും നഴ്സിംഗ് സമ്മറിയുടെ ഒക്കെ ഒരു കോപ്പി പേഷ്യന്റിന്റെ ചാർട്ടിൽ അല്ലെ, നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലിന്റെ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അനന്തര ഒരു കോപ്പിയും കൂടി എടുത്ത് നമുക്കറിയാം റിസീവിംഗ് അല്ലെ, ഏത് ഫെസിലിറ്റി പ്രദാനം ചെയ്യാനായിട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കാം അല്ലെ, അവർക്ക് നിലവിലുള്ള ചികിത്സാ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിസീവിംഗ് ഫെസിലിറ്റി ഏരിയയിലേക്കും അടുത്ത കോപ്പിയും കൂടി കൊടുക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളത്, പാസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പോയിന്റിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ റിറ്റെയിൻ 1 copy of the transfer form and nursing summary with the patient's chart and pass on the other copy to the receiving facilities. അപ്പൊ 2 കോപ്പി ഇതിലെല്ലാം വേണം. ഒരു കോപ്പി ഇവരുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, മറ്റൊരു കോപ്പി റിസീവിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ? ഓക്കെ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. 2 കോപ്പി ഉണ്ടാവണം. ഒരു കോപ്പി എവിടെ വെക്കേണ്ടത്? ഒരു കോപ്പി എവിടെയാ വെക്കേണ്ടത്? നഴ്സിംഗ് സമ്മറി. ഓക്കെ, നഴ്സിംഗ് സമ്മറിയും അതേമാതിരി തന്നെ
ട്രാൻസ്ഫർ ഫോമും അല്ലെ, നഴ്സിംഗ് ട്രാൻസ്ഫർ ഫോമും നഴ്സിംഗ് സമ്മറി എല്ലാം തന്നെ ഒരു കോപ്പി എന്താണ് ചാർട്ടിന്റെ ഒപ്പം അല്ലെ, പേഷ്യൻസിന്റെ ചാർട്ടിന്റെ ഒപ്പം. ഓക്കെ, മറ്റൊരു കോപ്പി റിസീവിംഗ് ഫെസിലിറ്റി ഏരിയയിലേക്കും കൊടുത്തേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ മറ്റൊരു പ്ലേസിലേക്ക്, ഫെസിലിറ്റിയുള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വണ് നമുക്ക് അവിടെ ആ ഫോമോ അല്ലെ, അത് ഫിസിഷ്യന്റേതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സെക്കൻഡ് വണ് നഴ്സിംഗിന്റേതായിട്ടുള്ള സമ്മറി കാര്യങ്ങളൊക്കെയാണ്. തേർഡ് വണ് ബില്ലിന്റെ സെറ്റിൽമെന്റ് ആണ്. പിന്നെ എന്താണ് ഫോർത്ത് വൺ എന്ന് പറയുന്നതാണ് കോപ്പി അല്ലെ, ഫിസിഷ്യന്റെ ഫോർമാറ്റിന്റെ കോപ്പിയും നഴ്സിംഗ് സമ്മറിയുടെ കോപ്പിയും ചാർട്ടിൽ ഉൾപ്പെടുത്തണം ഒരു കോപ്പി, മറ്റൊരു കോപ്പി റിസീവിംഗ് ഏരിയയിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മള് ഇന്ന് കണ്ടത് പുതിയൊരു ചാപ്റ്റർ ആണ് ട്രാൻസ്ഫർ പേഷ്യന്റ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കടന്നുപോയി അല്ലെ, വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ടിങ്ങില്. എന്നാലും കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ മൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. വലിയ കുഴപ്പമില്ലല്ലോ, ബോറടിച്ചില്ലല്ലോ, സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ബോറടിച്ചോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്സേ, ഈ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റിയിലെ 4ാമത്തെ പോയിന്റ് ഇല്ലേ, അതിലെ ഈ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഈ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ ഈ വൈറ്റൽ സയൻസ് ഉണ്ടല്ലോ, BP സാച്ചുറേഷൻ പോലുള്ള ആ സൈൻ ആണോ അതോ അല്ലാതെ സിഗ്നേച്ചർ ആണോ ഉദ്ദേശിക്കുന്നത്? അതില് കൺസേൺഡ് ആയിട്ടുള്ള സൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രോഗി ഇപ്പൊ നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ കസിൻസ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോ ICUലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിലും അവരോട് ഡിസ്കസ് ചെയ്യും അല്ലെ, നമ്മൾ ഷിഫ്റ്റ് ചെയ്തോട്ടെ, ഇൻ കേസ് ഇന്ത്യനുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഒരു കൺസേൺഡ് ഫോം, അവരുടെ ഒരു സമ്മതപത്രം വേണം. ഓക്കെ, അതാണ് ആ സൈനിന്റെ പ്രത്യേകത. ആ സൈൻ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അവരെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ മിസ്. ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റലിൽ മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, അതായത് റിട്ടൺ ഡിക്ലറേഷൻ അത് ചെയ്യാം. എന്താണ് അവിടെ ട്രാൻസ്ഫർ പേഷ്യന്റ് ടു ന്യൂ റൂം ആൻഡ് അസിസ്റ്റന്റ് ട്രാൻസ്ഫർ ബെഡ്. ഓക്കെ, അവിടെ എക്സ്ചേഞ്ച് പ്രധാനമായിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ച് കാണാറുള്ളൂ. പിന്നെ നഴ്സുമാരുടെ അല്ലെ, ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. ആരെയാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുന്നത്, ആരെയാണ് അറിയിക്കേണ്ടത് അല്ലെ. അവിടെ പ്രധാനമായിട്ടും നമുക്കറിയാം റിസീവിംഗ് ഏരിയയിൽ ഇൻചാർജ് ഉള്ള നഴ്സിനെയാണ് എല്ലാം കാര്യങ്ങൾ അറിയിക്കേണ്ടത്. ഡെലിവർ ദ പേഷ്യന്റ് ഡോക്യുമെന്റ്സ് ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് അല്ലെ. അവിടെ ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് അറിയിക്കേണ്ടത് നഴ്സുമാർ തന്നെയാണ്. അതേമാതിരി തന്നെ ഇൻചാർജ് ഉള്ള നഴ്സിനാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൈമാറ്റം ചെയ്യേണ്ടതും നഴ്സുമാർക്ക് തന്നെയാണ്, ഇൻചാർജ് ഉള്ള നഴ്സിന് തന്നെയാണ്. ഇത്തരം പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഇസ് സിമിലർ ടു ദ ഡാഷ് അല്ലെ, അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ നടപ്പാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ് മിസ്. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. മാം ഒരു ഡൗട്ട് ഉണ്ട് മാം. ഇതാ ഇൻട്ര ആൻഡ് ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ മീൻ വരുന്നത് മാം? ഇൻട്ര അതെ, അതില് ശരിക്കും പറഞ്ഞ ഒരു ലാറ്റിൻ പ്രൊനൗൺസിയേഷൻ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. രണ്ടിന്റെയും സെയിം മീനിങ് ആണ്. ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ഫർ തന്നെയാണ് അല്ലെ. വാർഡ് ടു ICU അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി തന്നെയാണ്
ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡൗട്ടുകൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.